വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി എന്ന ആശ്വാസകരമായ വാർത്തയാണ് യമനിൽ നിന്ന് പുറത്തു വരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെ അവിടെ മതപണ്ഡിതൻ ഈ തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ച തുടരുകയായിരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. തലാലിന്റെ കുടുംബവുമായി ഈ മതപണ്ഡിതൻ നേരിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിലായി ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതായുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എങ്ങനെയെങ്കിൽ ഏത് തരത്തിലാണ് ഈ കുടുംബം വഴങ്ങിയത്, ചർച്ച നടന്നത് ഏതെല്ലാം നിലക്കാണ് എന്നുള്ളത് അറിയണം. അല്പസമയം മുമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ നിർണായക ചർച്ച പുരോഗമിക്കുന്ന വിവരം സ്ഥിരീകരിച്ചിരുന്നു. അതിന് പിന്നാലെ ഒറ്റ മണിക്കൂർ മാത്രം പിന്നിടുമ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. നേരത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു പക്ഷേ നാളെ നടന്നേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. വലിയ ആശങ്ക അത് ഉണ്ടാക്കിയിരുന്നു. അതിന് തൊട്ട് മുൻപേ, മണിക്കൂറുകൾക്ക് മാത്രം മുമ്പേ വലിയ ഇടപെടൽ ഉണ്ടാവുന്നു. മുഹമ്മദ് അസ്ലം ഉണ്ട്. അസ്ലം, നമുക്ക് ഉറപ്പിക്കാവുന്ന വിവരങ്ങളാണോ പുറത്തു വരുന്നത്? എത്ര നീട്ടി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ആ ചർച്ച എങ്ങനെയായിരുന്നു? ഇപ്പോൾ യമനിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടത്താനിരുന്നത് നീട്ടിവെച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇനിയും വരാണ്ട്. അതേസമയം അവിടെ നിന്ന് യമനിൽ നിന്നുള്ള വൃത്തങ്ങൾ നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് നീട്ടിവെച്ചു. കാരണം നീട്ടിവെക്കാനുള്ളൊരു നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വശത്ത് തലാലിൻ്റെ കുടുംബവുമായിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ടും ഇത്തരം ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ വധശിക്ഷ നീട്ടിവെക്കണം എന്നൊരു കാര്യം കൂടി മൂവ്മെൻറ്റ് കൂടി നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സർക്കാരും അതോടൊപ്പം തന്നെ ഒരു അനുകൂലമായ സമീപനം സ്വീകരിച്ചു. ഈ കാര്യം നീട്ടിവെക്കുന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ വധശിക്ഷ നീട്ടിവെക്കണമെന്നൊരു ആവശ്യം അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അർത്ഥത്തിലാണ് നാളെ നടത്താനിരുന്ന വധശിക്ഷ നടപ്പാക്കാനിരുന്നത് അത് നീട്ടിവെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ കുടുംബം ഇപ്പോഴും ഇക്കാര്യത്തിൽ ചർച്ച പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് നിമിഷപ്രിയയ്ക്ക് ആ കേസിൽ മാപ്പ് നൽകുക എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോഴും കുടുംബം എത്തിയിട്ടില്ല. എത്തിയാൽ മാത്രമേ വധശിക്ഷ ഒഴിവാകൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതേസമയം അതിലേക്ക് എത്തുന്ന ആ ഒരു ഇടപെടലുകളിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമെന്ന് നമ്മൾ പറയാം. കാരണം ഈ ചർച്ചകൾ കുറച്ചുകൂടി ഒരുപക്ഷെ അവരുമായി ചർച്ച നടത്താനൊക്കെ ഒരു അവസരം ലഭിക്കും എന്നുള്ളതാണ് ചർച്ച നീട്ടിവെച്ചതിൻ്റെ. ഏത് ഡേറ്റിലേക്കാണ് നീട്ടിയത് എന്നതിനെക്കുറിച്ചൊന്നും ശരിക്കും വിവരം ലഭിച്ചിട്ടില്ല. നമ്മൾ അവരുടെ അഭിഭാഷകരുമായിട്ട് സുഭാഷ് ചന്ദ്രനുമായി സംസാരിക്കുമ്പോൾ പറയുന്ന തീയതിയൊന്നും ലഭ്യമായിട്ടില്ല. സ്ഥിരീകരണം അല്പസമയത്ത് ലഭിക്കുമ്പോൾ ഒരു പക്ഷേ ഏത് ദിവസത്തേക്കാണ് മാറ്റിവെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കും. അതേസമയം ഇത് നീട്ടിവെച്ചത് ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ അനുഗ്രഹമാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം തലാലിൻ്റെ കുടുംബവുമായിട്ട് ചർച്ചകൾ വലിയ തോതിൽ നടക്കുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. അതേസമയം കാന്തപുരത്തിൻ്റെ ഇടപെടൽ തുടർന്ന് ഹബീബ് ഉമർ ഹഫീദിൻ്റെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട അവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്താൻ ആ കുടുംബത്തെ തലാലിൻ്റെ കുടുംബത്തെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. അപ്പോഴും ആ തീരുമാനം, അതായത് നിമിഷപ്രിയയ്ക്ക് ആ കേസിൽ മാപ്പ് നൽകുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ വളരെ നിർണായകമായ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു. ആ പ്രതീക്ഷകൾ പൂർണ്ണമായും ചർച്ച നടത്തൽ പൂർണ്ണമായും പ്രതീക്ഷ വരുന്ന രീതിയിലുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. അതേസമയം അതിലേക്കൊരു ചുവട് എന്ന് പറയുന്നത് ഇതിൽ നീട്ടിവെച്ചതുകൊണ്ട് തന്നെ ആ കുടുംബവുമായി സംസാരിക്കാനും കുറച്ചുകൂടി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ മാപ്പ് നൽകണമെന്നൊരു ആവശ്യത്തിൽ കുറച്ചുകൂടി സമ്മർദ്ദം ചെലുത്താനൊക്കെ. സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. സുഭാഷ് ചന്ദ്രൻ, താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? എത്ര കണ്ട് ഇത് നീട്ടി എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ? വധശിക്ഷ നീട്ടി എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ചർച്ച നയിക്കുന്ന മർക്കസുമായി ഒരു സ്ഥിരീകരണത്തിനുമായി ബന്ധപ്പെട്ട് അവരുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഔദ്യോഗികമായി മർക്കസ് നമുക്ക് സ്ഥിരീകരണം നൽകിയിട്ടില്ല. സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഔദ്യോഗികമായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഇക്കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ നീട്ടി എന്നുള്ള വാർത്തകൾ, സ്ഥിരീകരിക്കാത്ത വാർത്തകൾ എനിക്കും വിവരമുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പങ്കുവെക്കുകയാണ്. ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നീട്ടിവെക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അക്കാര്യങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങളുമായി സൂചിപ്പിച്ചിരുന്നു. കാരണം കൂടുതൽ ചർച്ചകൾക്ക്, മധ്യസ്ഥ ചർച്ചകൾക്ക് സമയം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു റിക്വസ്റ്റ് തന്നെ പോയിരുന്നു യമൻ അഡ്മിനിസ്ട്രേഷന്. അത് പരിഗണിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ
വരുന്ന വാർത്തകൾ സ്ഥിരീകരണം ലഭിക്കുന്ന മുറയ്ക്ക് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാം. ഇതുവരെ ഒരു ചർച്ചയ്ക്കും സന്നദ്ധമാവാതിരുന്ന കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായതും ഇപ്പോൾ അത് നീട്ടിയതും ഒരു വലിയ ആശ്വാസകരമായ ഒരു നീക്കമായി തോന്നുന്നില്ലേ? തീർച്ചയായും ഇതുവരെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ കൊല്ലപ്പെട്ട സലാലിന്റെ ബന്ധുക്കളുമായി നേരിട്ട് ചർച്ചയ്ക്ക് വേണ്ടി സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ ഇന്നലെ ചർച്ചകളിൽ പങ്കെടുക്കുകയുണ്ടായി. ഇന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പങ്കെടുത്തുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ ഈ ചർച്ചകളിലേക്ക് അവർ വരുന്നു, കുടുംബം വരുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. ഇപ്പോൾ വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ, പക്ഷേ അത് ആശ്വാസകരമായ വാർത്തകളാണ്. എന്തായാലും അതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം നൽകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ ബുധനാഴ്ച വധശിക്ഷ നടന്നേക്കും എന്നത് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടായിരുന്നു. അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു അവിടെ? അതിന് തീർച്ചയായും അക്കാര്യത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരോ അതല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയോ ഒന്നും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിരുന്നില്ല. അതും ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തയായിരുന്നു. പക്ഷേ ആ ഒരു വാർത്ത പുറത്തു വരുന്ന സമയത്ത് അതൊരു വലിയ വാർത്തയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന സമീപനം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ശ്രീ കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടുന്നതും ഇത്തരം ഒരു വാർത്തകൾ പുറത്തു വരുന്ന സമയത്താണ്. അപ്പോ ഇത്തരത്തിലുള്ള വാർത്തകൾ, അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം, അത് നേരത്തെ ഈ വധശിക്ഷയെ സംബന്ധിച്ചുള്ള വാർത്തയ്ക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വരുന്ന വാർത്ത കുറച്ചു സമയത്തിനകം സ്ഥിരീകരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇപ്പോൾ അത് പറയാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്ന് പറയാത്തത് അദ്ദേഹത്തിന്റെ ഓഫീസ് ഞങ്ങൾക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം തരാത്തത് കൊണ്ടാണ്. നിയമപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഓഫീസിന് ഈ സംഘടനയ്ക്ക് അത് ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യും.